സ്വന്തം രാജ്യത്തെ ജനങ്ങളെ അടിച്ചമർത്താൻ ഭീകര സംഘടനകളെ ഉപയോഗിക്കുന്ന പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പിന്റെ പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പ്രക്ഷോഭങ്ങളെയും വിമോചന പോരാട്ടങ്ങളെയും അടിച്ചമർത്താൻ സായുധ സേനയെ ഉപയോഗിക്കുന്ന ഭരണകൂടത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാൻ കൂട്ടുപിടിക്കുന്നത് ഭീകര സംഘടനകളെയാണ് എന്നതാണ് വിചിത്രം. അഫ്ഗാൻ അതിർത്തിക്കപ്പുറത്ത് നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ പാകിസ്ഥാനെ ലക്ഷ്യമിടുമ്പോൾ പാക് സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് അതായത് ISI സ്വന്തം താൽപര്യങ്ങൾക്കായി ഭീകര സംഘടനകളെ ഉപയോഗിക്കുന്നതായാണ് റിപ്പോർട്ട്. ബലൂചിസ്ഥാനിലെ ദേശീയവാദികളെ അടിച്ചമർത്താൻ ISI ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ പ്രൊവിൻസ് എന്ന ഭീകര സംഘടനയെ ഉപയോഗിക്കുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ബലൂചിസ്ഥാൻ നാഷണൽ പാർട്ടി മെങ്കൽ സംഘടിപ്പിച്ച റാലിക്ക് അവസാനമുണ്ടായ ചാവേർ ആക്രമണമാണ് ഈ സംശയങ്ങൾ ബലപ്പെടുത്തുന്നത്. ക്വറ്റയിലെ ഷാഹ്വാനി സ്റ്റേഡിയത്തിന് പുറത്താണ് ചാവേർ ആക്രമണം നടന്നത്. സാധാരണയായി മതപരമായ സ്ഥാപനങ്ങളെയോ സുരക്ഷാ സേനകളെയോ ലക്ഷ്യമിടുന്ന ISKP ഒരു രാഷ്ട്രീയ റാലിയെ ലക്ഷ്യമിടുന്നത് നിരീക്ഷകരെ പോലും അമ്പരപ്പിച്ചു. ആക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെടുകയും 35ഓളം ആളുകൾക്ക് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു. സെക്യൂരിറ്റി ചെക്കിനിടെ തടഞ്ഞതിനാൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം സ്റ്റേഡിയത്തിനകത്തേക്ക് കടത്താൻ ഭീകരർക്ക് കഴിഞ്ഞില്ല. സുരക്ഷാ ഉദ്യോഗസ്ഥനായ മുഹമ്മദ് ഹംസ ഷഫ്ഖാത്ത് പറഞ്ഞത് പ്രകാരം ഭീകരനെ സ്റ്റേഡിയത്തിന് 500 മീറ്റർ അകലെ വെച്ച് തടഞ്ഞതുകൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായത് എന്നാണ്. എന്നാൽ ഈ ആക്രമണം ബലൂച്ച് ദേശീയവാദികൾക്ക് ഒരു സന്ദേശം നൽകാൻ വേണ്ടിയുള്ള ആസൂത്രിത നീക്കമാണെന്ന് ചിലർ വിശ്വസിക്കുന്നു. ബലൂച്ച് അവകാശങ്ങൾക്കായി സമാധാനപരമായി നിലകൊള്ളുന്ന നേതാവ് അക്തർ മെങ്കലിന്റെ പാർട്ടിയെ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് രാഷ്ട്രീയപരമായ ചെറുത്തുനിൽപ്പുകളെ ദുർബലപ്പെടുത്താൻ കൂടി ലക്ഷ്യമിട്ടാണ്. ഇത്തരം ഇരട്ടക്കളി ISIക്ക് പുത്തരിയല്ല. 2001 താലിബാനെതിരെ US സഖ്യകക്ഷിയായി പ്രവർത്തിക്കുമ്പോഴും താലിബാൻ പോരാളികൾക്ക് പാകിസ്ഥാനിൽ അഭയം നൽകിയിരുന്നു. കൂടാതെ ലഷ്കർ-ഇ-തൊയ്ബ പോലുള്ള ഭീകര സംഘടനകളെ സംരക്ഷിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്തതും പാകിസ്ഥാൻ തന്നെ എന്നത് എക്കാലവും ചർച്ചാ വിഷയമാണ്. ബലൂചിസ്ഥാനിൽ ഈ തന്ത്രം വീണ്ടും പ്രയോഗിക്കുന്നതായാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. സുരക്ഷാ വിദഗ്ധർ പറയുന്നതനുസരിച്ച് ഇത് ഗോത്ര മേഖലകളിൽ പണ്ട് കളിച്ച അതേ കളി തന്നെയാണ്. അന്ന് തെഹ്രികെ-താലിബാൻ പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണങ്ങൾ പ്രാദേശിക രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ ഉപയോഗിച്ചു. ഇന്ന് ബലൂച്ച് ദേശീയവാദികളെ അസ്വസ്ഥരാക്കാൻ ISKPയെ ഉപയോഗിക്കുന്നു. ക്വറ്റ ആക്രമണത്തിന്റെ രീതിയും ഈ വാദത്തെ ശക്തിപ്പെടുത്തുന്നതാണ്. ബലൂച്ച് ദേശീയവാദികൾക്കുള്ള ഒരു ഭീഷണിയായി മാത്രം ഈ ആക്രമണത്തെ കണ്ടാൽ മതിയെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള ആസൂത്രിത ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ ചരിത്രത്തിൽ പലപ്പോഴും കാണാവുന്നതാണ്. 2024 സെന്റർ ഫോർ റിസർച്ച് ആൻഡ് സെക്യൂരിറ്റി സ്റ്റഡീസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പല പ്രവിശ്യകളിലെയും പ്രതിഷേധങ്ങൾ അടിച്ചമർത്താൻ പാക് സർക്കാർ അർദ്ധ സൈനിക വിഭാഗങ്ങളെയും അവരുടെ പിന്തുണയുള്ള സംഘങ്ങളെയും ഉപയോഗിച്ചിരുന്നു. ഇതിന് സമാനമായി ISKPയെ ഇപ്പോൾ ഒരു ഉപകരണമായി ഉപയോഗിക്കുകയാണ്. ഈ ആക്രമണം ബലൂച്ച് സായുധ ഗ്രൂപ്പുകൾക്കിടയിൽ വലിയ പ്രകോപനം സൃഷ്ടിച്ചിട്ടുണ്ട്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ വക്താവ് ഈ ആക്രമണം ഇസ്ലാമാബാദിന്റെ തന്ത്രമാണെന്ന് തന്നെ ആരോപിച്ചു. ഇതിന്റെ ഫലമായി ക്വറ്റ, ഗ്വാദർ, CPEC അതായത് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ റൂട്ടുകൾ എന്നിവിടങ്ങളിൽ സൈനികർക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിക്കുമെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഭയപ്പെടുന്നുണ്ട്. പാകിസ്ഥാൻ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ചൈനയുടെ സഹായം നിർണായകമാണ്. എന്നാൽ ചൈനീസ് എഞ്ചിനീയർമാരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ISKP ആക്രമണങ്ങൾ ചൈനയുടെ ആശങ്കകളും വർദ്ധിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാന് സ്വന്തം അതിരുകൾ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് ചൈന ഭയപ്പെടുന്നു. ഈ വർഷം ഇറാനിലെ കെർമാനിലുണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ISKPക്ക് അതിർത്തികളില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ എന്ന ആശങ്ക ഇറാനും പങ്കുവെക്കുന്നുണ്ട്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയും ആക്രമണത്തെ അപലപിച്ചെങ്കിലും ഇത് വെറും വാക്കുകൾ മാത്രമാണെന്ന് പല വിദഗ്ധരും വിശകലനം ചെയ്യുന്നു. ക്വറ്റ ആക്രമണം കേവലം ഒരു ISKP ആക്രമണമല്ല, മറിച്ച് പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഭീകരവാദത്തെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നതിന്റെ വ്യക്തമായ തെളിവാണ്. പാകിസ്ഥാനിലെ തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ബലൂചിസ്ഥാനെ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടി നടക്കുന്ന പോരാട്ടങ്ങൾക്ക് തടയിടാൻ വേണ്ടിയാണ്
ഭീകര സംഘടനകളെ തന്നെ പാകിസ്ഥാൻ കൂട്ടുപിടിച്ചിരിക്കുന്നത്. പാക് സർക്കാരിനെതിരെ സായുധ പോരാട്ടം ബലൂച്ച് ലിബറേഷൻ സംഘടനകൾ ആരംഭിച്ചതോടെയാണ് പാകിസ്ഥാന്റെ ഈ കൈവിട്ട കളി. നേരത്തെ തന്നെ ബലൂച്ച് പോരാളികളോട് യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ച് പാക് സൈനികർ രാജിവെച്ചു പോകുന്നതും കഴിഞ്ഞ മാർച്ചിൽ BLA ജാഫർ എക്സ്പ്രസ് റാഞ്ചിയ സംഭവവും പാക് പട്ടാളത്തിന്റെ ധൈര്യം ചോർത്തിയതായി വിലയിരുത്തിയിരുന്നു. അതുകൊണ്ട് മനോവീര്യം ചോർന്ന സൈന്യത്തിന് പകരം ഭീകര സംഘടനകളെ ബലൂച്ച് വിമോചന പോരാളികൾക്ക് നേരെ ഉപയോഗിക്കുന്നുവെന്ന പരിഹാസവും പാകിസ്ഥാൻ ഇപ്പോൾ നേരിടുകയാണ്.